ലോക നഴ്സസ് ദിനത്തിന് ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഈ ദിവസം എനിക്ക് തോന്നുന്നു ഗസയിലും ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലിലും യുദ്ധഭൂമികളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മുറിവേറ്റ മരണത്തേക്കാൾ ഭീകരമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ തൊഴിലെടുക്കുന്ന നഴ്സുമാരുടെ മുമ്പിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം, നമ്മുടെ ഈ ദിവസത്തെ സമർപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യുദ്ധഭൂമികളിൽ നിന്ന് തുടങ്ങിയ ഈ മഹത്തായ സേവനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന യുദ്ധഭൂമികളിൽ വ്യാപൃതരാവാൻ നഴ്സുമാരെ നിർബന്ധിതരാക്കുന്നുണ്ട്. യുദ്ധം ഒരിക്കലും നല്ല അനുഭവങ്ങൾ നമുക്ക് തരുന്നില്ല, ചീത്ത അനുഭവങ്ങൾ മാത്രമേ തരുന്നുള്ളൂ, ദുരന്തങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കേണ്ടി വന്ന നഴ്സുമാരുടെ മാനസിക ആഘാതത്തെ ഓർക്കുമ്പോൾ നടുക്കമല്ലാതെ മറ്റൊരു വികാരം നമുക്ക് ഉണ്ടാവില്ല. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും വിറയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് ഈ യുദ്ധത്തിലെ, ഈ അടുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ ദൃശ്യം. നിരാലംബരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അച്ഛനെവിടെ അമ്മയെവിടെ എന്നറിയില്ല, വീട് കാണാനില്ല, പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയെന്നറിയില്ല, ഒറ്റപ്പെട്ടു പോയ യുദ്ധഭൂമിയിൽ ഇരുന്ന് വിറയ്ക്കുന്ന കുഞ്ഞുങ്ങൾ. അവരുടെ മരണത്തേക്കാൾ എന്നെ എല്ലായ്പ്പോഴും ബാധിച്ചിട്ടുള്ളത് അവരുടെ വിറയ്ക്കലാണ്. ഭയന്നുള്ള ആ വിറയ്ക്കൽ, വേദന കൊണ്ടുള്ള വിറയ്ക്കൽ. ഒരു വേദന മാറ്റാനുള്ള, മരവിപ്പിക്കാനോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാനോ ഒന്നും തന്നെ മരുന്നുകളില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെടുന്ന രംഗങ്ങൾ, ഭീകരമായ ആ ഒരു അനുഭവത്തിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അതിനിടയിൽ സഞ്ചരിക്കുന്ന, ആ വേദനയുടെ ആഘാതം താങ്ങിക്കൊണ്ട് തങ്ങളുടെ ജോലി ചെയ്യുന്ന നഴ്സുമാരെയാണ് ഞാൻ ഈ ദിനത്തിൽ ഓർക്കുന്നത്, ആദരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അതിൻ്റെ ഭാഗവുമാണ്. നമ്മളിവിടെയാണ്, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ്. നമുക്കവിടെ ആയിരുന്നേ പറ്റുള്ളൂ. ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവനുകൾ രക്ഷിക്കുന്നു എന്ന ഒരു വിഷയമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ. തീർച്ചയായിട്ടും അകത്ത് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഉള്ളിൽ അവിടുത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഐശ്വര്യയും അതുപോലെ തുടർന്ന് സംസാരിച്ച എല്ലാവരും തന്നെ എങ്ങനെയൊക്കെ ശാക്തീകരിക്കപ്പെടാം, എങ്ങനെയൊക്കെ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു ചിത്രം ഇവിടെ നൽകിക്കഴിഞ്ഞു. അതിലെ ഒരു നഴ്സിനെ പ്രൊഫഷണലായിട്ട് എങ്ങനെ ശാക്തീകരിക്കപ്പെടണം, എങ്ങനെ ജ്ഞാന സമ്പാദനം ഉണ്ടാവണം, എങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കരുണ ഒക്കെ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ കരുണാമയി ആയിരിക്കണം എന്ന്. അതിനേക്കാൾ അധികം ഐശ്വര്യ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാക്കുണ്ട്: ശക്തമായ ഒരു പ്രാണന് മാത്രമേ മറ്റ് പ്രാണനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ ശക്തി, പ്രാണൻ്റെ ആ ശക്തി നമ്മൾ ഓരോരുത്തരും, എല്ലാ പ്രൊഫഷനിലും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. പക്ഷെ നഴ്സിൻ്റെ പ്രൊഫഷനിൽ ആ സ്പിരിച്വാലിറ്റി ഒരു ശക്തിയോട് കലർന്നാണ് നിലനിൽക്കുന്നത്. കാരണം അനുനിമിഷവും വേദനകളെ, മരണത്തെ, അതല്ലെങ്കിൽ ദാരിദ്ര്യത്തെ, ബന്ധുക്കളുടെ വിലാപത്തെ, അങ്ങനെ ദുഃഖകരങ്ങളായിട്ടുള്ള സംഗതികളെ മാത്രം കണ്ടുകൊണ്ടും അതിനോട് ഇടപെട്ടുകൊണ്ടുമുള്ള ഒരു ജീവിതമാണ് അവരുടേത്. ഒരു ഡോക്ടറോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ബന്ധുക്കൾ ആശ്രയിക്കുന്ന നഴ്സുമാരെയാണ്. നഴ്സ് പുറത്തു വരുന്നത് കാത്തിട്ടാണ് ICUവിൻ്റെ പുറത്ത് ആളുകൾ നിൽക്കുക. ഈ അടുത്ത കാലത്ത് എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ അനിയത്തി ഹാർട്ട് ഓപ്പറേഷൻ, ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് 12 ദിവസം ICUവിൽ കിടക്കുന്നുണ്ട്. ഈ ICUവിൽ നിന്ന് ഒരു വാർത്തയും പുറത്തേക്കില്ല, നമുക്കറിയാനൊരു മാർഗം ഇല്ല. ഓപ്പറേഷന് പോകുന്നതിൻ്റെ തലേദിവസം വരെ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാ ടെസ്റ്റുകളും പൂർണ്ണമായിട്ടും നോർമലാണ്, ഒരു കുഴപ്പവുമില്ലാതെ ICUവിൽ ബൈപ്പാസ് സർജറിക്ക് പോയ സഹോദരിയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കേൾക്കുന്ന വാർത്ത, 2-3 ദിവസത്തേക്ക് അനക്കല്ല, നമുക്കൊരു വാർത്തയും കിട്ടുന്നില്ല, നമ്മളെ കാണാൻ അനുവദിക്കുന്നില്ല, ആകെ ഒരാളെ മാത്രമേ അനുവദിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തു നിൽക്കുന്ന ഫാമിലിക്ക് ICU എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു ദുരന്ത അനുഭവം പോലെയാണ് അനുഭവപ്പെട്ടത്. കാരണം ഒരു വ്യക്തി അതിനകത്ത് കിടക്കുന്ന ഒരു രോഗി മാത്രമല്ല,
ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗി മാത്രമല്ല അവിടെ കിടക്കുന്നത്, ഒരമ്മയാണ്, സഹോദരിയാണ്, പിന്നെ ഭാര്യയാണ്, അങ്ങനെ പലതുമായി ഒരു വ്യക്തിയാണ് ആ ICUവിൽ കിടക്കുന്നത്. അവരുടെയൊക്കെ കണക്ഷൻ ഞങ്ങൾ ഓരോരുത്തരുമായിട്ടാണ്. ICUവിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ അവർക്കുണ്ട്. അപ്പം നമുക്കൊരു വിവരം കിട്ടണം. നമുക്കൊരു വിവരം കിട്ടാൻ ഏക മാർഗം പുറത്തു വരുന്ന നഴ്സ് ആണ്. ഇവിടെ പലരും സംസാരിച്ച് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യാഥാർത്ഥ്യം ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു അനുഭവ യാഥാർത്ഥ്യം ഞാൻ പറയുന്നു. ഈ എൻ്റെ അനിയത്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത തരാൻ മടിക്കുന്ന ഒരു നഴ്സിനെ ഞാൻ അവിടെ കണ്ടു. അനുവാദമില്ല എന്നാണ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാൻ അനുവാദമില്ല എന്ന്. അപ്പോൾ പറയാനുള്ള അനുവാദം, അറിയാനുള്ള അനുവാദം, അറിയാനുള്ള അവകാശം ഒരു രോഗിയെ സംബന്ധിച്ചുള്ള എന്താണ് അതിനകത്ത് അടച്ചിട്ട വാതിലിനകത്ത് ഞങ്ങളുടെ രോഗിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക്, സഹോദരിക്ക്, ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള പുറത്തു നിൽക്കുന്ന വ്യക്തികളുടെ സമൂഹത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് ഇപ്പോൾ ഉള്ള ഏക സംവിധാനം നഴ്സുമാരാണ്. നഴ്സുമാർക്ക് അനുവാദമില്ല എന്ന് വരുന്നൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് സങ്കടകരമായ ഒരു സിസ്റ്റം ആണ്. അത് സമൂഹം തിരുത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു നഴ്സിനെ, ഒരു ഹോസ്പിറ്റലിനെ, അതിലെ ഡോക്ടേഴ്സിനെ, അവിടുത്തെ സംവിധാനങ്ങളെ അവിശ്വസിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഗതികേട് സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അവിശ്വാസം ഒരു ഭയങ്കര എന്താ പറയുക, ആഘാതം തരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുമ്പേ ഐശ്വര്യ വളരെ കൃത്യമായിട്ട്, ഐശ്വര്യത്തിൽ ക്ഷുഭിതയായിട്ടൊക്കെയാണ് സംസാരിച്ചത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഇതര രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന അതിൻ്റെ വെളിച്ചത്തിലും നമ്മളെ ഒന്ന് പരിശോധിക്കാനുള്ള ഒരുപാട് വഴികൾ തുറന്നിട്ടുകൊണ്ടാണ് ഐശ്വര്യ പോയത്. അവൾ ആ പ്രസംഗം സമ്മപ്പ് ചെയ്ത് ഈ ഒരു വാചകത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ശക്തമായൊരു പ്രാണന് മാത്രമേ മറ്റൊരു പ്രാണനെ രക്ഷിക്കാനാവുകയുള്ളൂ. അതിനാൽ ശാക്തീകരിക്കപ്പെടണം. ഈ ശാക്തീകരിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ഇതുവരെ ഞാനിവിടെ കേട്ടത്. സാമൂഹികമായ കാര്യങ്ങൾ അസീസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ അസീസ് ഇവിടെ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് നഴ്സുമാർ എന്നെ കാണാൻ വന്നു, മെയിൽ നഴ്സുമാരടക്കം എന്നെ കാണാൻ വന്നു. ആ കുട്ടികൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് മുമ്പിൽ സമരം ചെയ്യുന്ന സമരപ്പന്തലിൽ നിന്നാണ് വന്നത്. ടീച്ചറെ, ഞങ്ങളുടെ സമരം ഇത്രയും നീണ്ടുപോവാണ്, ഒരു മാർഗവും ഇല്ല, ഞങ്ങൾ പിരിച്ചുവിടുക മാത്രമേ ഉള്ളൂ, ആ സമരം എന്തായാലും എനിക്കറിയില്ല, അപ്പോൾ ഞങ്ങൾ സമരത്തിലാണ്. ഒരു തരത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടില്ല. ഞാൻ അവരോട് ചോദിച്ചു, ദയ ഹോസ്പിറ്റലിലേക്ക് ഈ സമരം ഉണ്ടോ ചോദിച്ചു. ആദ്യം തന്നെ പരിഹരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ദയ ഹോസ്പിറ്റലിനോടുള്ള ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് ഒരു സമീപനത്തിലുള്ള വലിയ വ്യത്യാസമാണ്. സമീപനത്തിലുള്ള വലിയ വ്യത്യാസം കൊണ്ട് അതിനകത്തെ ജീവനക്കാരെയും ഒപ്പം രോഗികളെയും എങ്ങനെ ആണ് വ്യത്യസ്തമായിട്ട് വിലയിരുത്തേണ്ടത്, കാണേണ്ടത് എന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ധർമ്മവാക്യം തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് അനുഭവസ്ഥർ പറയട്ടെ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. പേഷ്യൻ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നൊരു വാക്കൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ദയ ഹോസ്പിറ്റൽ ഇവിടെയല്ല, മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെറിയ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിരിക്കേണ്ടത് എങ്ങനെ? മറ്റേത് അങ്ങനെയല്ല. പേഷ്യൻറ്റിനോട് അടച്ചിട്ട വാതിലാണ് ഡോക്ടർമാരായാലും ആശുപത്രി സംവിധാനങ്ങളായാലും. കാരണം അറിവിൻ്റെ കുത്തക അവരുടെയാണ്. മെഡിക്കൽ അറിവ് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർമാരുടെയും ആശുപത്രി സംവിധാനത്തിൻ്റെയും അധികാരത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. അധികാരം, അതാണ് ആ വാക്ക്. ഈ അധികാരത്തെ പൊളിച്ചു കളയുക എന്നുള്ളതാണ് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഈ കാരുണ്യം എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്നെനിക്ക് തോന്നുന്നു. തങ്ങൾ അധികാരികളാണ് എന്ന് പറയുന്ന വ്യവസ്ഥ പൊളിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ്, ഞങ്ങൾ ജീവൻമശായിമാരാണ്, ആരോഗ്യ നികേതനത്തിൽ ജീവൻമശായിമാരാണ് ഞങ്ങൾ എന്ന് പറയാൻ തക്ക വിധത്തിൽ ഒരു ആരോഗ്യ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ വളരെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതാണ് കെട്ടിപ്പടുക്കപ്പെടാതിരിക്കുന്ന ഒരു സംഗതിയും. തീർച്ചയായിട്ടും ഈ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞതൊന്നുമല്ലാത്ത കുറേ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഇവരുടെ സുരക്ഷിതത്വം ആണ്. പലതരത്തിലുള്ള സുരക്ഷിതത്വം ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക സുരക്ഷിതത്വം തന്നെയാണ്. കൃത്യമായി വേതനം, ഇന്ന് ജീവിക്കാൻ ആവശ്യമായ തരത്തിലുള്ള വേതനം, അതത് കാലത്തെ ജീവിതാവശ്യങ്ങളുടെ വർധനയ്ക്കനുസരിച്ച് അതിലേക്ക് വരുത്തേണ്ടിയിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വേതന വ്യവസ്ഥ
നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ സംഗതിയാണ്. വളരെ തുച്ഛമായ തുകയ്ക്ക് വളരെയധികം മണിക്കൂറുകളോളം ഇപ്പോഴും പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വളരെ തുച്ഛം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ഇല്ല. അപ്പോൾ ഈ അസംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നതിൽ ഇവരും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത്. ഇപ്പം നേഴ്സുമാർ സംഘടിതരാണ്, പക്ഷെ അസംഘടിത തൊഴിൽ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന അടിസ്ഥാന വേതനം പോലും ഇന്ന് കുറേ സമരങ്ങൾക്കൊക്കെ ശേഷം, ഇപ്പോൾ ഞാനൊക്കെ അതിൽ പങ്കാളിയായിട്ടുള്ള ഈ തുണിക്കടകളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അടിസ്ഥാന വേതനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘകാലം സമരം ചെയ്യുകയും അതിന് ഫലമായിട്ട് നിയമം വരികയും അടിസ്ഥാന വേതനം അതും പര്യാപ്തമല്ല എങ്കിൽ പോലും അത് തീരുമാനിക്കുന്ന നിയമങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു സംഭവം നമുക്കറിയാം. പക്ഷെ ഇതൊന്നും എത്തിപ്പെടാത്ത ഇരുൾ മേഖല പോലെ പല സ്വകാര്യ സ്ഥാപനങ്ങളിലും അതിതുച്ഛമായ ജോലിക്ക് അനേകം മണിക്കൂറുകൾ ജോലി ചെയ്ത് പോകേണ്ടി വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംഘടിതമായി ഉള്ള ഒരു ശക്തിക്ക് മാത്രമേ വിലപേശാനായിട്ട് സാധിക്കുള്ളൂ. നഴ്സുമാരുടെ സമരം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. എവിടെയാണോ അവരുണ്ടായിരുന്നത് അവിടെ നിന്ന് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു തൊഴിലിൻ്റെ അഭിമാനത്തിലേക്കും അന്തസ്സിലേക്കും സാമ്പത്തികമായിട്ടും മാത്രമല്ല സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഉയർന്നു വരാൻ സാധ്യത നൽകിയത് അവരുടെ സംഘടിത ശക്തിയും ആ സംഘടിത ശക്തിക്ക് വിലപേശാനുള്ള അവകാശവും ആ വിലപേശാനുള്ള ധൈര്യവും അതിനുവേണ്ടി ത്യാഗം ചെയ്യാനുള്ള തയ്യാറെടുപ്പും ആയിരുന്നു. അതിനുവേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് ദിവസങ്ങളോളം ഈ ഡൽഹിയിലെ തെരുവുകൾ തൊട്ട് ഇങ്ങേ അറ്റം വരെ നഴ്സുമാരുടെ ഒരു വെളുത്ത സമുദ്രം ഒഴുകിക്കൊണ്ടിരുന്നത് നമ്മളുടെ ഓർമ്മകളിൽ ഉണ്ട്. അപ്പോൾ അങ്ങനൊരു വലിയ സംഘടിത ശക്തി ഇല്ലാതെ തൊഴിൽ ചെയ്യുന്ന അനേകായിരം മനുഷ്യരുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തിൽ ആശാവർക്കർമാർ ഇപ്പോഴാണ് അവർ വലിയ സംഘടിത ശക്തിയായിട്ട് വിസിബിളായിട്ട് വന്നത്. അവർ വിസിബിൾ ആയിരുന്നില്ല. അവരോരോ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് ആരോഗ്യ ഏറ്റവും മൈന്യൂട്ട് ലെവലിലുള്ള ഏറ്റവും മൈക്രോ ലെവലിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് പാറിപ്പറന്ന് പോയവരാണ്. ഞാൻ വളരെയധികം ആശാവർക്കർമാരുടെ സമരവേദികളിലൊക്കെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആശാവർക്കർമാരെ കുറിച്ചിട്ട് ദയ ഹോസ്പിറ്റലിലെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കണ്ടേ. അത് അവിടെ ആശാവർക്കർമാർ തങ്ങളുടെ തൊഴിലിൽ എന്താണ് തങ്ങൾ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ലേഖനങ്ങൾ എഴുതി അതൊരു മത്സരമാക്കി മാറ്റി ആ മത്സരത്തിന് സമ്മാനം കൊടുക്കുന്നൊരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ഉപന്യാസങ്ങൾ പരിശോധിക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് അജ്ഞാതമായിരുന്ന കുറേ മേഖലകളാണ് അപ്പോൾ ആ ഉപന്യാസങ്ങളിലൂടെ എനിക്ക് തുറന്നു കിട്ടിയത്. അതിൽ ഒന്നാം സമ്മാനം വാങ്ങിയ ആശ അവർ ചെയ്യുന്ന തൊഴിലിനെ വ്യാഖ്യാനിച്ചത് വിവരിച്ചത് ഏറ്റവും അടിത്തട്ടിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരെ ഈ ആരോഗ്യ മേഖലയുടെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ദിവസവും BP നോക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ സ്ട്രോക്കിലേക്ക് പോവുകയില്ലായിരുന്നു. അപ്പോൾ ദിവസവും ആശാ വർക്കർ BP നോക്കാനായിട്ട് ദിവസമല്ലെങ്കിൽ ഇടയ്ക്കിടെ എത്തുന്നുണ്ട് എങ്കിൽ ആ രോഗിയുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഡോക്ടർമാർക്ക് അതിന് മുകളിലുള്ള സംവിധാനങ്ങൾക്ക് വിവരം കൊടുക്കാൻ അവർക്ക് കഴിയും. പകർച്ചവ്യാധികളുടെ വേളകളിൽ ഒക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭാഗ്യവശാൽ കേരളത്തിന് നല്ലൊരു ആരോഗ്യ സംവിധാനമുണ്ട്. വളരെ മിടുക്കരായ ഒരു ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഏറ്റവും അടിത്തട്ട് തൊട്ട് നമ്മുടെ സംവിധാനം പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഈ ആശാവർക്കർമാർ തൊട്ട് കൊച്ചു പ്രാദേശിക ക്ലിനിക്കുകൾ തൊട്ട് അങ്ങനെ താലൂക്ക് ആശുപത്രികൾ അങ്ങനെ തുടങ്ങി വികസിച്ച് മെഡിക്കൽ കോളേജ് വരെയും അതിൻ്റെ അപ്പുറത്ത് ഗവേഷണങ്ങൾ വരെയും എത്തുന്ന വലിയൊരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനവും ബോധവും നമുക്കുണ്ട്. നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ട്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെയും നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെയും നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെയും ഒക്കെ ഫലമാണ്. ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എന്തായാലും ഏറ്റവും തുച്ഛമായ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്നത് അസംതൃപ്തിയും സങ്കടവുമാണ്. അസംതൃപ്തിയും സങ്കടവും വെച്ചുകൊണ്ട് നഴ്സിംഗ് ജോലിക്ക് വരുമ്പോൾ വളരെ മനോഹരമായി ചിരിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര വേദന ഉണ്ടെങ്കിലും ചിരിച്ച് എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമാണ്. ചിരിക്കാൻ പറ്റില്ല. വേദനയുണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. ദാരിദ്ര്യമുണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. കുട്ടികൾ വീട്ടിലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ
തൻ്റെ വീട്ടിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ തനിക്കില്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഈ തൊഴിലിനെ സമീപിക്കാനായിട്ട് ഒരു ഡോക്ടർക്ക് അല്ല ഒരു നഴ്സിന് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം സാമ്പത്തിക സുരക്ഷിതത്വം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ തൊഴിലിടങ്ങളിലെ സുരക്ഷ എന്ന് പറയുന്നത്, തൊഴിലിടങ്ങളിൽ പലതരത്തിലുള്ള അസംതൃപ്തികൾ നിലനിൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രൈവറ്റ് ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളും മെച്ചമൊന്നുമല്ല. പക്ഷേ ഗവൺമെൻറ് ആശുപത്രികളിൽ ജോലിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സേവന വേതന വ്യവസ്ഥയ്ക്ക് കീഴിലാണ് അവർ ജോലി ചെയ്യുന്നത്. 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ ആ 8 മണിക്കൂർ അവർക്ക് ജോലി ചെയ്താൽ മതി എന്നൊരു സംവിധാനം നിയമത്തിലെങ്കിലും ഉണ്ട്. നേരെ മറിച്ച് മറ്റത് അങ്ങനെയല്ല. 18 മണിക്കൂറും ജോലി ചെയ്തിട്ട് വീണ്ടും ജോലി ചെയ്യേണ്ടി വരുന്ന, ICUവിൽ ജോലി ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങളുള്ള നഴ്സുമാരെ അത് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ജോലി സ്ഥലങ്ങളിലെ സുരക്ഷയ്ക്ക്, ലൈംഗിക ചൂഷണം അടക്കം ഉള്ള സുരക്ഷയ്ക്ക് സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് വലിയ മാർഗമൊന്നുമില്ല. എല്ലാ ഹോസ്പിറ്റലുകളിലും അത്തരം സംവിധാനം ഉണ്ടാകണമെന്നുള്ളത് ഈ മാതിരിയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ഓർഡറാണ്. അതിനുള്ള സംഘടന ഉണ്ടാവണം. അതിന് നഴ്സുമാരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ തൊഴിലിടത്തിൽ നിന്ന് തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം, പുറമെ നിന്നുള്ള ആളുകൾ ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ലീവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഗർഭകാലം വരുമ്പോൾ കിട്ടേണ്ട തരത്തിലുള്ള സംരക്ഷണങ്ങൾ, ഇങ്ങനെ കാലാനുസൃതമായിട്ട് ഒരു നഴ്സിനെ സാമ്പത്തികമായും ജോലി സ്ഥലത്തെ സുരക്ഷിതത്വത്തിലും ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അത് അവരുടെ ശാക്തീകരണത്തിൻ്റെ ഒരു മറുഭാഗമാണ്. സ്വയം ശാക്തീകരിക്കപ്പെടാൻ വേണ്ടി അറിവ് നേടുക, കഴിവ് നേടുക, അതുപോലെ തന്നെ എന്താ പറയുക, പ്രാണനെ രക്ഷിക്കാനുള്ള ഒരു ശക്തമായ പ്രാണനാവുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറമേയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി അവർക്കുണ്ടായാലേ അത് നേടിയെടുക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. തൊഴിലിൻ്റെ മാഹാത്മ്യം പിന്നെ വാഴ്ത്തി പാടുമ്പോഴും ഈ തൊഴിലിനെ എങ്ങനെയാണ് സമൂഹം ഇപ്പോഴും കാണുന്നത്, എന്ത് സുരക്ഷിതത്വമാണ് അവർക്കുള്ളത്. ഉദാഹരണത്തിന് ഒരു രോഗി മരിച്ചു എന്ന് വിചാരിക്കുക, അവിടെ ഡോക്ടറും നഴ്സും സുരക്ഷിതയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ സമൂഹത്തിൻ്റെ. എന്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്? സമൂഹവും ഈ ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ്. സമൂഹത്തിൻ്റെ ഭാഗമായി അത് ലയിച്ചു പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിനകത്ത്, നിയമങ്ങളുള്ള ഒരു ആരോഗ്യ സംവിധാനത്തിനകത്ത് അത്തരത്തിൽ പെട്ടെന്ന് പ്രകോപിതരായിട്ട് ഒരാൾക്ക് ഒരു ആശുപത്രിയിൽ കയറി അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, രോഗവും പകർച്ചവ്യാധിയും അതുപോലെയുള്ള സംഗതികളൊക്കെയുള്ള ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സിൻ്റെ, ഒരു ഡോക്ടറുടെ, അവിടുത്തെ ഏതൊരു ആരോഗ്യ പ്രവർത്തകൻ്റെയും ശാരീരികമായ ഭദ്രത എന്ന് പറയുന്നത്, അത് വളരെയധികം ഓരോ ഹോസ്പിറ്റലും ശ്രദ്ധ കൊടുത്ത് പരിപാലിക്കേണ്ട ഒന്നാണ്. അത് രോഗിക്ക് വേണ്ടിയും, രോഗിയെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും, ചികിത്സകനായിട്ടുള്ള ഡോക്ടർക്ക് വേണ്ടിയും, മറ്റ് ആരോഗ്യ പരിപാലകർക്ക് വേണ്ടിയും എല്ലായ്പ്പോഴും ജാഗ്രതയുള്ള ഒരു സംവിധാനം ഓരോ ഹോസ്പിറ്റലിനകത്തും ഉണ്ടായിരിക്കണം. പകർച്ചവ്യാധികളെ കാലഘട്ടത്തിൽ, ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു ജലദോഷം വന്ന എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊരു സംവിധാനമായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതും നഴ്സിൻ്റെ ആരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. മുലയൂട്ടുന്ന അമ്മമാരെ നഴ്സുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രവൃത്തിയെടുത്ത് വീട്ടിലേക്ക് പോയി കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള പ്രശ്നങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് പെൺകുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടി, പീരീഡ്സ്, അവരുടെ ഗർഭകാലം, അവരുടെ മുലയൂട്ടൽ കാലം, അവരുടെ കുഞ്ഞുങ്ങളെ പിന്നെ ഒരു 5 വയസ്സ് വരെയെങ്കിലും ഫീഡ് ചെയ്യുന്ന കാലം, അത് ഓരോ പ്രൊഫഷനിലും അത് പ്രധാനമാണെങ്കിലും നഴ്സിംഗ് പ്രൊഫഷനിലെ വളരെയധികം സുരക്ഷ, ഒരു നഴ്സിന് കൊടുക്കുന്ന സുരക്ഷ ആ കുടുംബത്തിന് കൊടുക്കുന്ന സുരക്ഷയാണ് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടാകണം. അറിവ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവിടെ പ്രൊഫസർമാർ സംസാരിക്കേണ്ടായി. അറിവ് അപ്ഡേറ്റ് ചെയ്യാനുള്ള നിരവധി സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട്. അറിവ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ചലഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഇവരും പലരും പറഞ്ഞു. ഈ ചലഞ്ചിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയല്ല, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ രോഗിയും മനഃപ്പാഠം അല്ല, നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ രോഗിയും മനഃപ്പാഠം ആണ്.
കാരണം നിരന്തരം ആ രോഗിയുമായിട്ട്, ആ രോഗിയുടെ ആളുകളുമായിട്ട്, അവരുടെ രോഗാവസ്ഥയുടെ ഇമ്പ്രൂവ്മെന്റുമായിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ താഴ്ന്നു പോകുന്ന അവസ്ഥയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന നേഴ്സായതുകൊണ്ട് തന്നെ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി മനപ്പാഠം ആണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതത് സമയത്തെ അവസ്ഥകളാണ് ആ ഡോക്ടർക്ക് അറിയേണ്ടതുള്ളൂ. അതത് സമയത്തെ അവസ്ഥകളെ കുറിച്ചിട്ട് ഈ രോഗിയെ മനപ്പാഠമാക്കിയിട്ടുള്ള നേഴ്സ് കൊടുക്കുന്ന അറിവാണ് ഡോക്ടറെ ലീഡ് ചെയ്യുക, നയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വാർഡ് അല്ലെങ്കിൽ അത്രയും രോഗികളെ കുറിച്ചിട്ട് ഏറ്റവും കൃത്യമായിട്ട് മികച്ച അറിവ് അവർക്കുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കാൻ മാത്രമല്ല ഡോക്ടറെ ചലഞ്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അറിവ് ആർജിക്കാനുള്ള സംവിധാനങ്ങൾ ഡോക്ടർ അസീസ് കൂടെ പറഞ്ഞു, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. അത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ തന്നെ സ്വയം ആർജിക്കാൻ കഴിയുന്നത്ര അറിവ് നിങ്ങൾ പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് അപ്ഡേറ്റ് ചെയ്ത് ആർജിച്ചെടുക്കുകയും വേണം. ഏറ്റവും വലിയൊരു പ്രധാന കാര്യം, എല്ലാവരും പറയുന്ന കരുണ, സ്നേഹം, അതുപോലെ തന്നെ നന്മ, മാലാഖ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ പഠനത്തിൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളിവിടെ ഹോസ്പിറ്റലിൽ 2 എഴുത്തുകാരെ ഇവിടെ വിളിച്ചു വരുത്തി. എഴുത്തുകാർക്ക് ഇവിടെ ഒരു സംഗീതജ്ഞനെയും വിളിച്ചു വരുത്തി. എന്താണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള സ്ഥാനം? ഇത് ആരോഗ്യ മേഖലയാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള അറിവുകളൊന്നുമില്ല, സാമാന്യമായിട്ടുള്ള ബോധങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് 2 എഴുത്തുകാരെ ഒരു സംഗീതജ്ഞൻ? നമ്മൾ ആ ചോദ്യം ചോദിക്കണം. നമ്മളിൽ ഈ പറയുന്ന കരുണയും നീതിബോധവും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനോടാണ് നമ്മൾ ഓരോ നിമിഷവും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിൽ ഞാൻ എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിൽക്കുന്നത് ജസ്റ്റിസിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. കല എല്ലായ്പ്പോഴും നീതിയെ ആണ് തേടുന്നത്. അത് പാട്ടായാലും നൃത്തമായാലും എഴുത്തായാലും കല നീതിയെ അന്വേഷിക്കുന്നു. നീതിയാണ് ശക്തി എന്ന് തിരിച്ചറിയുന്നു. എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെ അനാരോഗ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ എഴുത്ത്, വായന, പുസ്തകം, അതുപോലെ കലകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ എങ്ങനെ ആണ് നീതിയോട് അടുപ്പിക്കുന്നത് എന്ന ഒരു അറിവ് ഉൾക്കൊണ്ട ഒരു ഹോസ്പിറ്റൽ ആണ് ഒരുപക്ഷെ എഴുത്തുകാരെയും അതുപോലെ തന്നെ സംഗീതജ്ഞരെയും നർത്തകരെയും ഒക്കെ തങ്ങളുടെ ഈ ആരോഗ്യ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എടുക്കുന്നത്. അപ്പോൾ എഴുത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എഴുത്തിൽ നീതിയുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറയുക. എഴുത്തിൽ സൗന്ദര്യമുണ്ട്. സൗന്ദര്യം നീതിയാണ്, നീതിയാണ് സൗന്ദര്യം. നീതിയില്ലാത്ത എല്ലാം അസുന്ദരമാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളൊക്കെ വിരൂപങ്ങളാണ്. നീതി നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ അസുന്ദരമായ അനുഭവങ്ങളാണ്, അസംതൃപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതിയെ പറ്റിയുള്ള പാഠങ്ങൾ പഠിക്കണമെങ്കിൽ നഴ്സിംഗ് മേഖലയോടൊപ്പം പുസ്തകങ്ങൾ വായിക്കാനും ചരിത്രം അറിയാനും അതുപോലെ പാട്ട് കേൾക്കാനും നൃത്തം കാണാനും മറ്റ് കലകൾ അറിയാനും. വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും നിങ്ങളിൽ. ഇപ്പം തന്നെ നിങ്ങളുടെ തന്നെ കുട്ടികളാണല്ലോ അവിടെ വന്ന് നൃത്തം ചെയ്തത്. വളരെ മനോഹരമായിട്ട് അവർ ആ നൃത്തം അവതരിപ്പിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള തങ്ങളുടെ കലാപരമായ ഒരു വശം നീതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആണ് നിങ്ങളിലുള്ള കരുണ വളർത്തിയെടുക്കേണ്ടത്. അത്തരത്തിലുള്ള ശാക്തീകരണങ്ങൾ പുറത്തുനിന്ന് സാമ്പത്തിക സുരക്ഷിതത്വം, സാമൂഹിക സുരക്ഷിതത്വം. സാമൂഹിക സുരക്ഷിതത്വത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് സമൂഹവും ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള വളരെ ആരോഗ്യപരമായ ഒരു ബന്ധം. ആ ബന്ധം ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ്. അടഞ്ഞ വാതിലാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന ആളുകൾ കൃപയ്ക്ക് കാത്തു നിൽക്കുകയാണ്. അവരുടെ കണ്ണൊക്കെ തന്നെ വികസിച്ച് കൈയൊക്കെ നീട്ടി കാത്തു നിൽക്കുന്നത്. ഇവരെന്ത് പറയും? നമ്മുടെ രോഗിയെ കുറിച്ചിട്ട് എപ്പോഴാണ് പറയുക ഡോക്ടർ, നേഴ്സ് എപ്പോഴാണ് പറയുക, എന്താ ഇവിടെ നടക്കണേ എന്ന ഒരു ആകാംക്ഷയും വേദനയും ഉത്കണ്ഠയും പരിഭ്രമവും. കൂടെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ കാശില്ലാത്തതിൻ്റെയും മരുന്ന് വാങ്ങാൻ പറ്റാത്തതിൻ്റെയും ഒക്കെ. നിങ്ങൾക്ക് ഷീബ അമീറിനെ അറിയാം. ഷീബ അമീർ എന്ന് പറയുന്ന സൊലസിൻ്റെ പ്രവർത്തക. ഷീബ അവളുടെ സൊലസ് മനസ്സിൽ അതിൻ്റെ ആദ്യത്തെ വിത്ത് വീഴുന്നത് തൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഡൽഹിയിലെ ഏറ്റവും വലിയ സംവിധാനം, ക്യാൻസർ സംവിധാനമായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കണ്ട കാഴ്ച, ചികിത്സിക്കാൻ മരുന്നില്ലാത്തത് കൊണ്ട്
പുറത്തു വരാന്തയിൽ അനാഥമായിട്ട് കിടക്കുന്ന അനേകം കുഞ്ഞുങ്ങളും അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പേരൻസും അവരെ കണ്ടപ്പോഴാണ് ഷീബയുടെ വാക്കുകളുണ്ട്. ഒരു കുഞ്ഞിൽ നീലു ഷീബയുടെ മോള്, ഒരു കയ്യിൽ നീലുവിനെയും മറുകയിൽ സൊലസ് എന്ന് പറയുന്ന ആശയത്തെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തെ ആർജവമുള്ള ഒരു വലിയ പദ്ധതിയാക്കി ഇന്ന് ലോകം മുഴുവൻ വികസിപ്പിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ഷീബ മീർ എന്ന് പറയുന്ന അമ്മ. നീലു അവർക്ക് കൈമോശം വന്നു, പക്ഷെ അവർ പറയുന്നുണ്ട് ലോകത്തെമ്പാടും അതിൻ്റെയും ആദ്യത്തെ തുടക്കം മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാർഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസർ പോലെയുള്ള അനേക കാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സംവിധാനം, അതുപോലെ നമ്മുടെ പാലിയേറ്റീവ് സംവിധാനം, ഇതൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തെ തങ്ങളിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. സമൂഹവും ആരോഗ്യ സംവിധാനവും രണ്ടും രണ്ടല്ല, അതിനിടയിൽ ഒരു കനാൽ ഇല്ല. അത് ഒന്നിച്ചൊഴുകേണ്ട ഒരു സംഗതിയാണ്. സമൂഹത്തിന് വേണ്ടത് വിശ്വാസം ആണ്. ആ വിശ്വാസം നഷ്ടപ്പെടുന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വക കാരണങ്ങളൊക്കെ തന്നെ ഈ ശാക്തീകരണത്തിന് തടസ്സവുമാണ്. എന്തായാലും എനിക്ക് വളരെ ഗുണകരമായ ഒരു ദിവസമായിട്ട് ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ഈ നേഴ്സസ് ദിനത്തിന് ഹോസ്പിറ്റലിൽ വരാറുണ്ട്, എല്ലാ കൊല്ലം വരാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു വർഷം എന്ന രീതിയിലാണ് ഞാൻ ഈ കൊല്ലത്തെ നേഴ്സസ് ദിനത്തെ കാണുന്നത്. നിങ്ങൾക്കകത്ത് നിന്ന് ഞങ്ങൾ എങ്ങനെ ശാക്തീകരിക്കപ്പെടണം എന്നുള്ളതിൻ്റെ വിമർശനാത്മകമായിട്ടുള്ള പഠനങ്ങളാണ് ഇവിടെ ഉണ്ടായത്, നിർദ്ദേശങ്ങളും ഉണ്ടായി. അതെന്നെയും കുറെ പഠിപ്പിച്ചു. എനിക്ക് എന്തായാലും വലിയ എന്താ പറയുക, റഫീഖിൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ, അതായത് സമൂഹത്തിനും ആരോഗ്യ സംവിധാനത്തിനും ഇടയിൽ ഉള്ള ഈ ഒരു അകലം മായണം, വിശ്വാസം സംരക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും ICU എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് വളരെ വലിയ സംശയമാണ് ഇന്ന് സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത്. ICUവിനകത്ത് കൊണ്ടുപോകുന്നു, കഴുത്ത് തുളയ്ക്കുന്നു, വയ്ക്കുന്നു, മറ്റേ വെന്റിലേറ്ററിൽ കയറ്റുന്നു, വെന്റിലേറ്ററിൽ നിറക്കുന്നു. ഈ പറയുന്ന സംഗതികളോടൊക്കെ വിശ്വാസം വരണമെങ്കിൽ സമൂഹത്തിനും അതിനുള്ള ഒരു അവകാശം ഉണ്ട്. ആ അവകാശത്തെക്കുറിച്ചുള്ള ബോധം ആരോഗ്യ മേഖലയിൽ വേണം. അകത്ത് കിടക്കുന്ന രോഗി രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയുമായി പുറത്തു നിൽക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നമ്മൾ VIP ആണ് അകത്ത് കിടക്കുന്നത് വെച്ചാൽ ഓരോ മണിക്കൂറിലും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമല്ലോ. സാധാരണക്കാർക്ക് അവകാശമുണ്ട്, ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യർക്ക് അവകാശമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഒരാൾ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഓരോ നിമിഷത്തിലും അവർക്ക് വിവരം കിട്ടിയാൽ അവർക്കതൊരു ആശ്വാസമാണ്. ആ ഒരു സംവിധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശംസിക്കുന്നു. എല്ലാ നഴ്സുമാരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.